ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ഈ പറയുന്ന കൾച്ചറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ആനയെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആനയുടെ കൈ വെച്ച് ആനക്ക് വാടയെടുക്കുമ്പോൾ ആനക്ക് ആളറിയാൻ പറ്റും. നമ്മളെ തല്ലി ആന അഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് എന്തെങ്കിലും സംഭവിച്ചിരിക്കും. ആന അർജന്റീന ഇന്ന് ആള് മിച്ചുണ്ടായാലും എൻ്റെ വീട്ടുകാരാണ് കണ്ടിരുന്ന അതിനെ ഒരു പഴം മേടിച്ചു കൊടുത്തേ. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവനും മരണത്തിൻ്റെ വായിലേക്ക് കൂട്ടുകാരനെ എറിഞ്ഞുകൊടുത്തവനും വീണ്ടും കണ്ടുമുട്ടാൻ ഒരവസരം വന്നാൽ ആ നിമിഷങ്ങളിലെ ചൂടും പുകയും വീർപ്പുമുട്ടലും നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായിരിക്കും. അതെ, ഇവിടെ 16 വർഷങ്ങൾക്ക് ശേഷം തീർത്തും അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു കണ്ടുമുട്ടലും കൂടിച്ചേരലും സംഭവിക്കുകയാണ്. ഒരാനയും ഒരാനക്കാരനുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ തുടരുന്നതും മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണന്റെ കഥകൾ തന്നെയാണ്. കഥകളല്ല, അവൻ്റെ ജീവിതം തന്നെയാണ്. ആയുസിൻ്റെ നല്ലൊരു ഭാഗവും തടിക്കൂപ്പുകളിൽ ചോര നീരാക്കുവാൻ വിധിക്കപ്പെട്ടൊരു ആന. അവൻ അപ്രതീക്ഷിതമായി സൗഭാഗ്യം പോലൊരു ജീവിതം കിട്ടുന്നു. ഒരാനയിൽ നിന്നും ഒരു പാപ്പാന് സംഭവിച്ച അപകടം. ആ അപകടത്തിൽ നിന്ന് പാപ്പാൻ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ ജീവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. പക്ഷെ 16 വർഷങ്ങൾക്ക് ശേഷം ഈ ആനയും പാപ്പാനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ള ഒരു വികാരം? ആനയോട് എങ്ങനെയായിരിക്കും പാപ്പാനും, പാപ്പാനെ കാണുന്ന മാത്രമല്ല ആനയുടെയും മനസ്സുകളിലെ വികാര വിചാരങ്ങൾ എന്തായിരിക്കും? മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണന്റെ ജീവിതയാത്രകളിൽ അവൻ്റെ സൗഭാഗ്യങ്ങൾക്കൊപ്പം ആ ഒരു അന്വേഷണവും നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ നടത്തുകയാണ്. നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി. അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം. ഏതാനും ദിവസം മുമ്പ് വരെ ഒരു കാലിച്ചായ വാങ്ങിക്കുടിക്കാനുള്ള വകുപ്പില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി നട്ടം തിരിഞ്ഞിരുന്നവൻ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ശതകോടീശ്വരനായി നാട്ടുകാരെ മുഴുവൻ ഞെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാൽ അത് കണ്ടു നിൽക്കുന്നവർ എത്ര തന്നെ സർവസംഘ പരിത്യാഗികളാണെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഇത്തിരി അസൂയ പൊടിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഇവിടെ ഈ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന ആനയുടെ ഇന്നത്തെ സുഖ സൗഭാഗ്യങ്ങളും അവൻ്റെ ഇന്നലത്തെ കഥകളും അറിയുന്നവർ, പ്രത്യേകിച്ചും നല്ല മനസ്സും മനസാക്ഷിയുമുള്ള മറ്റൊരാത്മാവും അവനോട് അസൂയ പുലർത്തില്ല. അയ്യോ, ആ കുഞ്ഞ് അതിനു മാത്രം കഷ്ടപ്പെട്ടിട്ടുള്ളതാ. പാവത്തിന് ദൈവം എന്തൊക്കെ മഹാഭാഗ്യങ്ങളാണ് വാരി കോരി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാലും അതൊന്നും അധികപ്പറ്റാവില്ല എന്നതാവും അവരുടെ ന്യായമായ പ്രതികരണം. അങ്ങനെ കീച്ചാൻ ശേഖരൻ എന്ന് പറഞ്ഞ ആനയുടെ പരിചരണം കൊറോണ സമയത്ത് ഇദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. കൊറോണ സമയത്ത് ആരും ആനയെ പരിചരിക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്താണ് സൈത്തേട്ടൻ ആനയുടെ പരിചരണം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഈ ഷെൽട്ടറൊക്കെ ആനയ്ക്ക് വേണ്ടി പണിതാണ്. അതുപോലെ എല്ലാവിധ ബെറ്ററായിട്ടുള്ള രീതിയിൽ ആനയ്ക്ക് മികച്ച പരിചരണം, ഏറ്റവും മികച്ച പരിചരണം. അവനും തടിക്കൂപ്പുകളിലും മല്ലടിച്ച് ഒരുപാട് വർഷങ്ങൾ കീച്ചൻ പണിയെടുത്തിട്ടുള്ള ഒരു ആനയാണ്. തേഞ്ഞു പോയൊരു ആനയാണ്. പല്ലിന് അരവില്ലായിരുന്നു, വളരെ വീക്കായിരുന്നു. ഇവിടെ വരുമ്പോൾ അവനെ വളരെ ബെറ്ററാക്കി, വളരെ മികച്ച ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മതപ്പാടും ക്ലിയറൊക്കെ ആക്കി അവനെ ഗുഡായി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആഫ്രിക്കയിൽ പോകേണ്ടി വീണ്ടും വന്നതിനാൽ ആനയുടെ പരിചരണത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഈ ആനയുടെ പരിചരണം ഏറ്റെടുക്കുക. അതെ, ഇന്നിപ്പോൾ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണനായി മാറി സൗഭാഗ്യങ്ങളുടെ നടുത്തളങ്ങളിലൂടെയാണ് ഈ ആന യുവാവിൻ്റെ പ്രയാണം. നാട്ടാനകളെ ഊറ്റിപ്പിഴിഞ്ഞെടുത്ത് സമ്പാദിക്കാവുന്നത്രയും അവരിലൂടെ സമ്പാദിക്കുക എന്നത് മാത്രമാണ് ഭൂരിപക്ഷം ഉടമകളുടെയും സംരക്ഷകരുടെയും ലക്ഷ്യമെന്ന് ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുകയും വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുകയും ചെയ്യുന്ന കാലത്ത് ആന പരിപാലനം എന്നത് ഒരിക്കലും ധനസമ്പാദനമെന്ന ലക്ഷ്യത്തോടെ ഏറ്റെടുക്കാവുന്നതോ
ഏറ്റെടുക്കേണ്ടതുമായ ഒരു മേഖലയല്ല എന്ന് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന സജിത്തും സജിനയും. അവർ ഒരുപോലെ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ്റെയും ആനക്കേരളത്തിൻ്റെയും അഭിമാനമാവുകയാണ്. നമ്മൾ ആനക്കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം 2.5 ഏക്കർ നമ്മൾ മേടിക്കുകയും അതിൽ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുകയും അങ്ങനെ നമ്മുടെ ഒരു ആദ്യമായിട്ട് നമ്മളൊരു ആനക്കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നു. 2-2.5 വർഷം ആനക്കുട്ടീനെ നമ്മളിവിടെ വളർത്തി, നല്ല രീതിയിൽ തന്നെ വളർത്തി. ആ ആനക്കുട്ടി നമ്മൾ ചെയ്യുന്നത് കോവിഡിൻ്റെ സമയത്താണ്. അതിനകത്ത് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്കില്ല. പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് ആനക്കുട്ടിയോടുള്ളൊരു സ്നേഹവും കാര്യങ്ങളും വെച്ചിട്ട് ആനക്കുട്ടീനെ നന്നായിട്ട് വളർത്തുകയും അങ്ങനെ ആനക്കുട്ടീനെ മാറി നമ്മളിപ്പോൾ വേറൊരു ആനക്കുട്ടിയിലേക്ക് വന്നു. ആനക്കുട്ടിയായിരുന്നു അത്. മറ്റേ ശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനക്കുട്ടിയായിരുന്നു. ആ ആനക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂപ്പിൽ ഇങ്ങനെ തടി വലിച്ചും അത് ഉത്സവപ്പറമ്പങ്ങളിലേക്കൊന്നും വളരെ വിരളമായിട്ട് വന്നുകൊണ്ടിരുന്ന ആനക്കുട്ടിയാണ്. പക്ഷെ ഓഫ് കോഴ്സ് ആ ഒരു പാൻഡമിക് പീരീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അന്നത്തെ അന്നത്തിനും വെള്ളത്തിനുള്ള ബാക്കി തന്നെ ആനകൾക്ക് ബുദ്ധിമുട്ടുന്നു. പ്രത്യേകിച്ച് അതുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സമയത്ത് നമ്മളവിടെ പോവുകയും നമ്മുടെ സുഹൃത്തായിരുന്നു അതിൻ്റെ ഓണർ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കരിമണ്ണൂർ ശേഖരൻ, കീച്ചാപ്പറമ്പിൽ ശേഖരൻ, അപ്പോൾ രാഹുൽ തോമസ് ആണെങ്കിലും ഷിയാസ് ആണെങ്കിലും അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ പറഞ്ഞു അതിനെ നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു അതിനെ സംരക്ഷിച്ചു. 2-2.5 വർഷത്തോളം സംരക്ഷിച്ചു. അതിനുശേഷം നമ്മുടെ അടുത്ത് നിന്ന് വേറൊരാൾ സംരക്ഷിക്കാൻ വേണ്ടി തിരിച്ച് ഏറ്റെടുക്കുകയും ആ സെയിം ടൈമിൽ തന്നെയാണ് നമ്മൾ കുട്ടിക്കൃഷ്ണൻ ഇവിടെ അതിൻ്റെ ഓണറുടെ ഒരു ചെറിയ ഇത് കൊണ്ട് ആനക്കുട്ടി ഇങ്ങടേക്ക് വരുന്നതും. ഇപ്പോൾ നമ്മുടെ കൂടെ ചില വർഷമായിട്ട് ആനക്കുട്ടി ഇവിടെ ഉണ്ട്. ഏതൊരു സാഹചര്യത്തോടും എത്രയും പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ കഴിയുന്ന മനസ്സും മിടുക്കുമാണ് കുട്ടിക്കൃഷ്ണൻ്റെ മറ്റൊരു കൈമുതൽ. പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യില്ലെന്ന് ആന വിചാരിച്ചാൽ പിന്നെ 2 കഷണമായി വട്ടം കണ്ടിച്ചിട്ടെന്ന് പറഞ്ഞാലും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തരക്കാരനാണ് കുട്ടിക്കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ മതപ്പാട് കഴിഞ്ഞ് ആനയുടെ ചുമതലയേൽക്കാനെത്തുന്ന പുതിയൊരു പാപ്പാൻ മുന്നും പിന്നും നോക്കാതെ കൊടുക്കേണ്ടത് കൊടുത്ത് കെട്ടിയഴിക്കാമെന്ന് വിചാരിച്ചാൽ അമ്പിനും വില്ലിനും അടുക്കാത്ത ആനയെന്ന പ്രത്യേകതയും ഇവനുണ്ട്. കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയെഴുപ്പിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആനയാണ്. കെട്ടിയെഴുപ്പിനെ കുറിച്ച് അറിയത്തേയില്ല. നമ്മൾ തല്ലി ആന അഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് എന്തെങ്കിലും സംഭവിച്ചിരിക്കും. അതിൻ്റെ ഉറച്ച ഒരു മനസ്സിനുടമയാണ്. തല്ല് കൊള്ളാനുള്ള മനസ്ഥിതിയില്ല. എന്നാൽ ഒരാഴ്ചയൊന്ന് കൂടെ നിന്നിട്ട് കൈകാര്യമൊക്കെ ചെയ്ത് പെയ്യെ അടുത്തടുത്ത് വരികയാണെങ്കിൽ ചട്ടമാകും. അതെ, അല്ലാണ്ട് കെട്ടിയഴിച്ച് നമുക്ക് കെട്ടി ചട്ടമാകുന്ന ഒരു ആനയല്ല അത്. സമ്മതിക്കത്തില്ല. കുട്ടിക്കൃഷ്ണൻ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. തല്ലി ശരിയാകുകയില്ല എന്നറിയാം, കഴിയില്ല എന്നറിയാം. അപ്പോൾ പണിക്ക് കയറുക, 2-3 ദിവസം പണിത് കഴിയുമ്പോൾ ആന ചട്ടമാകുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് അവർ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടൻ എങ്ങനെയാണ് ഇവൻ്റെ അടുത്ത് കയറിയത്? ഞാൻ 2-3 ദിവസം കൊണ്ടാണ് ആന വഴിയാക്കിയത്. 2-3 ദിവസം കൊണ്ട്. അത് അവൻ്റെ മനസ്സ് പിടിക്കാൻ നമ്മൾ എന്ത് മാർഗം? ഇച്ചിരി പാടാ. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാവരും ഈ കെട്ടിയഴിക്കലല്ലേ ശ്രമം നടത്തുന്നത്. നാളെ കൊടുക്കുക, ആന അഴിക്കുക എന്നുള്ളതാണ്. അത് കുട്ടിക്കൃഷ്ണനിൽ അത്ര അങ്ങോട്ട് പ്രായോഗികമായ കാര്യമല്ല. പക്ഷേ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയും പോലെ സജിത്ത് എന്ന സംരക്ഷകന്റെ രൂപത്തിൽ ശുക്രദശ കുട്ടിക്കൃഷ്ണനെ തേടി എത്തിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്രയായി മാറുകയും ചെയ്തു. ആള് തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ അവരുടെ ഒരു ബ്ലഡിൽ തന്നെ ഉള്ളതാണ് ആനപ്രേമം. ഒരു കൈപ്പറമ്പിലാണ്. അങ്ങനെ ആനയുടെ ഒരു ഇഷ്ടമുണ്ടായിരുന്നോ? ഈ നമ്മുടെ ഭർത്താവ് ഒരു ആനയുടെ സംരക്ഷണം ഏറ്റെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തായിരുന്നു മനസ്സിൽ ആ സമയത്ത്? ചെറുപ്പത്തില് പൂരൊക്കെ കാണും, അങ്ങനെ അല്ലാണ്ട് ആന രക്ഷിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ
പുള്ളി ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ സ്ഥിരമായിട്ട് അടുപ്പിച്ച ആനയുടെ പ്രോഗ്രാം പുള്ളി എന്തിങ്ങനെ അടുപ്പിച്ച് കണ്ടാലും എനിക്ക് പേടിയാ. അതായത് ഞാൻ ശ്രീകുമാറിൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നത് ശ്രീകുമാറിൻ്റെ ചാനലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനമായിട്ട് ബന്ധപ്പെട്ട ചാനലുകളാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര പണമുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരാണ്. അപ്പോൾ അത്ര വലിയ പണം ഉണ്ടെങ്കിൽ പോലും ഒരു ആനേനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. അത് ദൈവം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ആ കൊടുത്തേക്കുന്നതിൽ ഒരാളായിരിക്കും ഞാനെന്ന് വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൊവിഷൻ ആനയ്ക്ക് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് വന്നു. ഇപ്പോൾ ഞാൻ തന്നെ 10 വർഷമായിട്ട് ആഫ്രിക്കയിലാണ്. ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാവുന്ന ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അതിൽ നിന്ന് ഒരു ഷെയർ നമ്മൾ മാറ്റി വയ്ക്കുന്നു. ആനയുടെ പ്രൊട്ടക്ഷനും ആനയ്ക്ക് സത്യമായിട്ട് കിട്ടുന്നത് 10 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2 രൂപ മാറ്റി വെച്ചിട്ട് ബാക്കി ഒരു 8 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ദൈവം പിന്നെയും തരുമെന്ന് ഉള്ളൊരു വിശ്വാസമുണ്ട്. അല്ലാതെ ഇതിൽ നിന്ന് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു പണം കിട്ടിയിട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശ്രീമാട്ടോ. കാരണം അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ തുടങ്ങിയാൽ ഇതിനോട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വിരക്തി വരും. മലയാറ്റൂർ കാടുകളോട് ചേർന്നുള്ള ചുള്ളി എന്ന ഗ്രാമീണ മേഖലയിൽ 2.5 ഏക്കറോളം വിസ്തൃതമായ കുട്ടിക്കൃഷ്ണന്റെ സ്വന്തം തൊടിയും സ്വിമ്മിംഗ് പൂളും സ്വന്തം വണ്ടിയും ഉൾപ്പെടെ ലക്ഷറികളുടെ നടുവിലാണ് പുതിയ കുട്ടിക്കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്ന പഴയ കൂട്ടുകാരനെ കാണാൻ ഇത്തിരി അവൽപ്പൊതിയുമായി എത്തിയ സുധാമാവ് എന്ന കുചേലൻ തിരിച്ച് സ്വന്തം വീടിരുന്ന ഭാഗത്തെത്തിയപ്പോൾ സ്വപ്നതുല്യമായ ഒരു കൊട്ടാരവും അവിടെ താലമേന്തി നിൽക്കാൻ സൗഭാഗ്യങ്ങളുടെയും സമ്പത്തിൻ്റെയും അധിദേവതയായ സാക്ഷാൽ മഹാലക്ഷ്മിയും എന്ന അവസ്ഥ. സജിത്തും കുടുംബവും സംരക്ഷണം ഏറ്റെടുത്തതോടെ കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണനായിരിക്കുന്നു. തിരുവല്ല സ്വദേശി അഖിലാണ് ഇപ്പോൾ കുട്ടിക്കൃഷ്ണന്റെ 1ാം പാപ്പാൻ. അഖിൽ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് അഖിലിന്റെ അച്ഛൻ അനിയായിരുന്നു 1ാമൻ. അനിച്ചേട്ടൻ ഇപ്പോൾ ഒരുപാട് ആനകളെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. വളരെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറച്ച് കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ല കഴിവുള്ള ഏറ്റവും നല്ലൊരു വ്യക്തിനെ നമ്മുടെ ആനക്കുട്ടിക്ക് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻറ്റൻഷനായിരുന്നു. ആ സമയത്താണ് അനിച്ചേട്ടൻ ആനനെ കഴിയുകയും അനിച്ചേട്ടൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അനിച്ചേട്ടൻ മഞ്ഞപ്പിത്തം വന്ന് ഒരു ചെറിയ ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് എന്നോട് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ സൈത എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എങ്കിലും മാറി നിന്നേ പറ്റൂ, കാരണം മഞ്ഞപ്പിത്തം കാര്യങ്ങളും ഇതൊക്കെ ആയി, അപ്പോൾ അഖിൽ വരും എന്നുള്ളൊരു രീതിയിൽ പറയണം. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് വേറെ നമ്മൾ ആഡോണമൊന്നുമില്ല. അപ്പോൾ സത്യം ഞാനപ്പോൾ അനിച്ചേട്ടനോടൊരു കാര്യം ചോദിച്ചുള്ളൂ. അനിച്ചേട്ടാ, ഞാൻ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. കാരണം അഖിൽ വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് എന്നോട് ചോദിച്ചൊരു കാര്യം, അത് എങ്ങനെയാണ് അനിച്ചേട്ടാ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണേ എന്നുള്ളത്. അപ്പോൾ അനിച്ചേട്ടൻ എനിക്കൊരു വാക്ക് തന്നു, അത് കുഴപ്പമില്ല, അത് നല്ലൊരു ആളാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു എന്താ പറയുക, നമ്മുടെ മനസ്സുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ആൾ ചെയ്യും. അതായത് അവൻ ഒരു എന്താ പറയുക, ഒരു ആനപ്പാപ്പാനെ കണ്ടുപഠിക്കാൻ പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയും. കാരണം ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസോ മറ്റുള്ളതൊന്നുമല്ല. അവനൊരു ആനക്കുട്ടീനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടു പഠിക്കണം. അത്രയും മാത്രം ഭംഗിയായിട്ട് ഒരു ആനക്കുട്ടീനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ട് നടന്നിട്ട് ആ ആനക്കുട്ടി ഇപ്പം നിൽക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചത് അഖിലാണ്. ആനയുടെ കാര്യത്തിൽ ഒരു 100% നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മുടെ ഒരു അനിയനാണ്. ഞാൻ അവനെ അനിയനെന്ന് വിളിക്കാറില്ല. അത്രേ ഉള്ളൂ. എന്ത് കാര്യത്തിനും നമ്മൾ അനിയനെന്ന് വിളിക്കാറുള്ളൂ. കേരളത്തിൽ ഒരു ആനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളിൻ്റെ അവകാശി എന്ന റെക്കോർഡും ഇപ്പോൾ മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ്റെ പേരിലാണ്. പണി പൂർത്തിയായ ആനക്കുളം എന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് കുട്ടിക്കൃഷ്ണൻ ആദ്യമായി ഇറങ്ങുന്നത് നമ്മുടെ ചിത്രീകരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെയാണ്. വേണമെങ്കിൽ ഒരേ സമയം 2 ആനകളെ കിടത്തി കുളിപ്പിക്കാൻ തക്ക വലിപ്പമുള്ളതും വൃത്താകൃതിയിലുള്ളതുമായ ഈ പൂളിൻ്റെ നിർമ്മാണ ചുമതല നാട്ടുകാരനായ വിശ്വംഭരൻ ചേട്ടനായിരുന്നു. ആദ്യത്തെ സ്വിമ്മിംഗ് പൂളാ
അതും ഒരു റൗണ്ടിലുള്ള മോള് അല്ലേ? എത്ര ദിവസം എടുത്തു ഇത് പണിയാൻ? ഇത് ഒരു മാസത്തോളം എടുത്തു. ഒരു മാസത്തോളം എടുത്തു. അത് ശരി. ഫുൾ കോൺക്രീറ്റിലാണോ? അത് അടി ഫുൾ കോൺക്രീറ്റില്, ഒരടി കനത്തില്. ഒരടി കനത്തില് അടിയിൽ. അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് നമ്മൾ കോൺക്രീറ്റ് റൗണ്ട് വന്നു. അപ്പോൾ അതും റൗണ്ടിൽ തന്നെ കമ്പി സൈഡിലിട്ട് വാർക്കുമായിരുന്നു. കമ്പി ഫുൾ കമ്പിയിട്ട് വാർത്തു സൈഡും ഒക്കെ. അത് ശരി. അതൊരു നല്ല പണിയായിരുന്നല്ലേ ഇത്? ചിലർക്ക് തോന്നിയത് വിജയിപ്പിക്കാൻ എടുക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മളിത് ചെയ്തിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം വിജയിപ്പിച്ച് എടുക്കാൻ പറ്റുമോ എന്ന്. അത് നമ്മൾ വിജയകരമായിട്ട് എടുത്തു. ഏതായാലും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത ആ ഒരു ദൗത്യം വിജയിച്ചു. അതിപ്പോ ഇന്ന് ആന ഇറങ്ങണം നമ്മൾ ഇന്ന് കണ്ടു അല്ലേ? അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ കാട്ടിൽ നിന്നും ഇടയ്ക്ക് നാട് ചുറ്റാനെത്തുന്ന ഏതെങ്കിലും സുന്ദരി പെണ്ണാന കണ്ണും കൈയും കാട്ടി പ്രലോഭിപ്പിച്ചാൽ പാവം കുട്ടികൃഷ്ണൻ അവർക്കൊപ്പം കാട് കയറി പോകുമോ എന്ന ഭയം പോലുമില്ലാതെയാണ് മഹാലക്ഷ്മി ഗ്രൂപ്പ് അവനെ മേഞ്ഞ് നടന്ന് തിന്നാൻ അഴിച്ചുവിടുന്നത്. ചേർത്തല സ്വദേശി ആരോമലും അഖിലിന്റെ സഹപാഠിയായിരുന്ന ജിൻറോയുമാണ് ഇപ്പോൾ ഇടച്ചട്ടക്കാർ. ആമ്പല്ലൂർ സ്വദേശി സനുവാണ് മാനേജർ. ജിൻഡോ വരുന്നത് എങ്ങനെയാണ് ഇതിലേക്ക്? ലോറി ഓടിച്ചു നടന്നിരുന്ന ആളാ? ഈ വന്ന് ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാ? കൂടാൻ തീരുമാനിക്കുന്നത് ഒരു ദിവസത്തേക്ക് പോരുന്നു. ഒരു ദിവസത്തേക്ക് പോരുന്നു കൂടെ. ഒരു ദിവസത്തേക്ക് വെറുതെ കൂടെ പോകുന്നതാ? എന്നോട് ഒരു ദിവസത്തേക്ക് തമാശക്ക് ഇവരുടെ കൂടെ വന്നാൽ പിന്നെ ഇവിടെ നിന്നുപോയി. അതെന്താണ് സംഭവിച്ചത്? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളും നല്ല പരിപാടിയും കാര്യങ്ങളും ഒക്കെ അല്ലേ, കൈവിട്ടു പോയോ? പിന്നെ വീട്ടിലേക്ക് എന്ത് വിളിച്ചു പറഞ്ഞു? വീട്ടിലോട്ട് പറഞ്ഞു ഇവിടെ ജോലിക്ക് പറഞ്ഞു. ഇനി ആനപ്പണിയിലേക്കാണ്. ആരോമൽ എങ്ങനെയാ വരുന്നത്? ഞാൻ വേറെ ആനയെന്ന് ഒഴിവായിരുന്നപ്പോഴത്തേക്ക് അഖിലെണ്ണം വിളിച്ചു. അത് ഇങ്ങോട്ട് വരുന്നത് ആനപ്പണിയിലേക്ക് വരുന്നത് എങ്ങനെയാ? ആനപ്പണിയിലേക്ക് വന്നെ ചേട്ടനെ കണ്ട, എന്റെ കൂട്ടുകാരനെ കണ്ടിട്ടാ. കൂട്ടുകാരനുണ്ട് നാട്ടില്? ആനപ്പണിയിലായിരുന്നു? അവൻ ആനപ്പണിയാ. കൂട്ടുകാരന്റെ പേരെന്താ? ആദർശ്. ഏതാനയിലായിരുന്നു കൂട്ടുകാരൻ? അവൻ കുളമാക്കി തന്നെ. കുളമാക്കിലെ ജയകൃഷ്ണ ആനക്കാരൻ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പറഞ്ഞ ആനക്കഥ കേട്ടാണോ? അങ്ങനെ കേട്ട് വന്ന. ഞങ്ങള് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഇത് ഫുള്ള് പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കണാണ്. അത് ഇവന് തിന്നാൻ മാത്രം. പിന്നെ അതുപോലെ കുറച്ച് വാഴകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കാലത്ത് അതുപോലെ നവില്, ശർക്കര, അങ്ങനെ പഴം അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 5 മണി സമയം വൈകിട്ട് ആകുമ്പോൾ ചോറും കൊടുക്കും ഞങ്ങള്. പിന്നെ ഇവന് പുല്ല് തന്നെ. ഇപ്പം നമ്മള് കാലത്ത് ചിലപ്പോൾ നേരത്തെ എണീക്കുന്ന സമയത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആന വിളി കൊടുക്കും. നമ്മള് ഉണർന്നെഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് ആന പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആന വിളിക്കും. പട്ടിട്ട് കൊടുക്കണം. പട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആന. നമ്മളപ്പോ എഴുന്നേറ്റിട്ടില്ല, നമ്മൾ ഉറങ്ങണമെന്ന് ആനയ്ക്ക് ബോധ്യമുണ്ട്. ആന വിളിക്കില്ല. ഒരു കാലത്ത് ചങ്കും കരളുമെന്ന പോലെ കട്ടയ്ക്കൊപ്പം നിന്ന 2 കൂട്ടുകാർ. പഴയകാലത്തെ ചില മുത്തശ്ശിമാർ പറയും പോലെ കമിഴ്ന്ന് കിടക്കുന്ന ഒരു ഇലയെടുത്ത് തിരിച്ചിടണമെങ്കിൽ പോലും മറ്റേയാളോട് ചോദിച്ചിട്ടേ ചെയ്യൂ എന്ന് പറയുന്നത്ര ചങ്ക് ബ്രോസ്. കുറഞ്ഞപക്ഷം കൗമാരകാലത്തെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും ഒരു ബെഡിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന മട്ടിലുള്ള തിക്ക് ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഏഷണിയിലോ അവർ തമ്മിൽ തെറ്റുകയും അവർക്കിടയിൽ ഒരകൽച്ച സംഭവിക്കുകയും ചെയ്താൽ എന്തായിരിക്കും ഫലം? ഏറ്റവും അടുപ്പമുള്ളവർ തമ്മിൽ ഇടഞ്ഞാൽ ആ ഇടച്ചിലിന് ഇത്തിരി കടുപ്പമേറും എന്ന് പറയും പോലെ അവർക്കിടയിൽ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നെഞ്ചിലൂടെ കത്തി കയറ്റും പോലെയുള്ള അത്രയും കടുപ്പത്തിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ എന്താവും അതിൻ്റെ പരിണത ഫലം? അതെ, വർഷം എത്ര കഴിഞ്ഞാലും 2 പേരുടെയും മനസ്സുകളിൽ അതങ്ങനെ പൊള്ളിപ്പിടഞ്ഞു കിടക്കും. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവനും മരണത്തിൻ്റെ വായിലേക്ക് കൂട്ടുകാരനെ എറിഞ്ഞുകൊടുത്തവനും വീണ്ടും കണ്ടുമുട്ടാൻ ഒരവസരം വന്നാൽ ആ നിമിഷങ്ങളിലെ ചൂടും പുകയും വീർപ്പുമുട്ടലും
നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായിരിക്കും. കുട്ടിക്കൃഷ്ണന്റെ തലയ്ക്കകത്ത് മോദേവി കയറിയ ഒരു ദിവസം പറയെടുപ്പിനിടയിൽ തൻ്റെ അടുത്ത് അമിത സ്വാതന്ത്ര്യമെടുക്കാനെത്തിയ ഒരാൾക്ക് നേരെ പെട്ടെന്നുള്ള ദേഷ്യത്തിന് കുട്ടിക്കൃഷ്ണൻ ക്രൂദ്ധനായി കടന്നടിക്കാൻ ശ്രമിക്കുന്നു. ആ മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അടിയേറ്റ് തെറിച്ചു വീണതും ആള് മാറിയത് തിരിച്ചറിയാതെ കുത്തുകിട്ടിയതും പാപ്പാനായിരുന്ന മാരാരിക്കുളം റജിക്കായിരുന്നു. അതിത്തിരി കടുത്തും പോയി. അതെ, ഇവിടെ 16 വർഷങ്ങൾക്ക് ശേഷം തീർത്തും അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു കണ്ടുമുട്ടലും കൂടിച്ചേരലും സംഭവിക്കുകയാണ്. അവരുടെ കണ്ടുമുട്ടലിന് വേദിയാകുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വൈക്കം ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവവും. കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതെന്നാ പറയാനാ, അത് പഴയ രീതിയിൽ തന്നെ നിൽക്കണം, ഇപ്പോഴും ആ രീതി തന്നെ നിൽക്കണം. പക്ഷെ നമുക്ക് ആ മറ്റൊരു ആനക്കാരൻ കൊണ്ടുവരണം കാരണം അതിൻ്റെ അടുത്ത് നിന്ന് വിളിക്കാനോ പിടിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കണ്ടതിന് നല്ല സന്തോഷം. അതിന് ആനക്ക് മനസ്സിലാവും, പക്ഷെ ആന അത് പുറമേ കാണിക്കത്തില്ല. അവൻ്റെ കൊണ്ടു നടക്കണ ആനക്കാരനുള്ള കാരണം ഒരു കാരണവശാലും അത് പുറമേ കാണിക്കില്ല. ഞങ്ങളതിൻ്റെ പറ്റപ്പോയി നിന്ന് അവർ എന്നോട് പറഞ്ഞ് കൊമ്പേ പിടിച്ച ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ എടുത്തില്ല. കാരണം നമ്മൾ അങ്ങനെ ചെല്ലണം മോശം. അങ്ങനെ നമ്മളിപ്പോൾ അതിനെ മുമ്പ് കയറിയിട്ടുള്ള ആരാണേലും അതിൻ്റെ അടുക്ക ചെന്നൊരു 1 മണിക്കൂർ മെനക്കെടുകയാണെന്നുണ്ടെങ്കിൽ ആന അറിയും. അങ്ങനെയാണ് എനിക്കിത് സംഭവിച്ചപ്പോഴും ആനയെ കൊണ്ടുപോകുന്നത് മതിച്ചെണ്ണ. അങ്ങനെ ചെന്ന് ആന എടുക്കുന്നതാണ് ആനയെ വിളിച്ചിട്ട് പോകുന്നത്. മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന ഭാഗ്യതാരത്തിൻ്റെ ജീവിതത്തിലെ പൂർവാശ്രമത്തിൽ സംഭവിച്ചു പോയതും ഒരിക്കലും അവൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരധ്യായം തന്നെയാണിത്. പക്ഷേ ഇന്നിവിടെ ഈ നിമിഷങ്ങളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ തന്നെയായിരിക്കും. ഒരുപാട് നാളുകൾ കൂടി ഈ മുതലിനെ കണ്ടല്ല, അതേ ഉള്ളു. അതിനെക്കുറിച്ച് എന്നാ പറയാ. അതെ, അതിത്തിരി കടുപ്പമേറിയ ഒരു അധ്യായം തന്നെയായിരുന്നു. കാര്യം ശരിയാണ്, ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്, അല്ലെങ്കിൽ ആളുമാറി ചെയ്തു പോയതാണ് എന്ന് പറയാം. പക്ഷെ ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ 2-ൽ ഒരാളുടെ ജീവൻ്റെ തുടിപ്പ് എന്നേക്കുമായി നിലയ്ക്കുമായിരുന്നു എന്നോർക്കുമ്പോഴാണ് ആ ഇൻസിഡൻറ്റിൻ്റെ ഗൗരവവും ഗുരുതരാവസ്ഥയും നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത്. പക്ഷെ നമുക്ക് കാര്യം അറിയാലോ, ആന അറിഞ്ഞിട്ടാണ് ചെയ്തെങ്കിൽ ഇന്നില്ല, ആളില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് അതിനായിട്ട് പിന്നെ, അല്ലെങ്കിൽ അതിനെ കാണുമ്പോഴേ നമുക്ക് ആന അറിഞ്ഞിട്ട് ചെയ്തെങ്കിൽ ഇന്ന് ആൾ മിച്ചമുണ്ടായാലോ. അതാണ് അതിൻ്റെ കാര്യം. അതല്ലെങ്കിലും ചട്ടക്കാരനെ അത് അങ്ങനെ ഉപദ്രവിക്കത്തില്ലാണ്. ഇപ്പോഴും ആന നീരി കെട്ടിയാലാണ് ചട്ടക്കാരനായിട്ട് ആനക്ക് ഉപദ്രവമൊന്നുമില്ല. അത് അവിടെ നിൽക്കണ ഇപ്പം എടുത്തിരിക്കുന്ന വീട്ടുകാരില്ലേ, അവരോടും ആനക്ക് യാതൊരു ശല്യം ഉണ്ടായാലും. എല്ലാവരും അതിപ്പോൾ ഇപ്പോൾ കയറുന്ന അഖിലിനറിയാം അതിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ. അതിനുശേഷം അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പരസ്പരം കാണാൻ ഒരവസരവും ഇരുവർക്കുമിടയിൽ ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ ശ്രീ ഫോർ എലിഫൻസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇവിടെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ റജിയും പാർത്ഥസാരഥിയും കുട്ടികിഷനും അഖിലും ഒന്നിച്ച് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിലകൊള്ളുമ്പോൾ എത്രയോ കാലമായി മനസ്സിൽ താഴിട്ട് പൂട്ടിവെച്ചിരിക്കുന്ന വികാര വിക്ഷോഭങ്ങളും നീറ്റലും നോവുമൊക്കെയാവും ഇരുവരുടെയും മനസ്സുകളിൽ നിന്ന് ആവിയായി പുറത്തു വരുന്നത്. ഈ ഫോട്ടോയൊക്കെ എനിക്കും കൂടി അയച്ചു തരണേ എന്ന് റജി പറയുമ്പോൾ ആ നിമിഷങ്ങളിൽ ആ മനസ്സിലെ കാര്യവിചാരങ്ങൾ നമുക്ക് ഊഹിക്കാം. അങ്ങനെ പേടി തോന്നി കയറുന്ന ആനയല്ലത്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ള സത്യം. പക്ഷെ അത് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആനയുടെ ആ കുട്ടിത്തം സമയമാണ്. അത് നമുക്ക് അങ്ങനെ ഒരു ഇതും തോന്നും. മറ്റുള്ള ആന അടിക്കുമ്പോൾ വലിയ കെട്ടിയഴിയോ അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യത്തിനും മുടക്കവും ഇല്ല. പണിക്കും പരിപാടിക്കും ഒക്കെ തടി പിടിക്കാനാണെങ്കിലും എല്ലാം പുള്ളി ഒക്കെ കേസാണ്. എല്ലാ ആനകളെയും കൊണ്ടുവന്ന് തലയെക്കെട്ടായിട്ട് നിർത്തിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അടുക്ക വന്നത്. ഞാൻ അമ്പലത്തിന് പുറത്ത് ഒരു സ്ഥലത്തായിരുന്നു ആനയെ നിർത്തിയിരുന്നത്. അകത്ത് കയറി വന്നപ്പോഴാണ് ഇങ്ങനെ ഇദ്ദേഹം വന്ന കാര്യം തന്നെ അറിയാം. കുട്ടികൃഷ്ണന് മനസ്സിലായോ? മനസ്സിലായതായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റജിക്ക് മനസ്സ് തുറക്കാം. മനസ്സിലുള്ളത് നമ്മളോട് പങ്കുവയ്ക്കാം. പക്ഷേ പാവം കുട്ടികൃഷ്ണൻ്റെ കാര്യം അവൻ എന്താവും പറയാനുണ്ടാവുക? ഈ ആന മനസ്സിലാക്കി എന്ന് തോന്നാൻ നമുക്ക് ആ തോന്നലുണ്ടല്ലോ. ആനയെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആനയുടെ കൈ വെച്ച് ആനക്ക് വാടയെടുക്കുമ്പോൾ ആനക്ക് ആളറിയാൻ പറ്റും. പിന്നെ പക്ഷെ ആന നമ്മളെ ഒരു പരിചയം കാണിക്കില്ല. നമ്മളും അങ്ങോട്ടും മറ്റേ ആനക്കാരൻ നിൽക്കുന്ന കാരണം ആനയോട് എന്താണെന്ന് പോലും വിളിച്ചു ചോദിക്കും. അതൊരു ആനക്കാരും വിളിച്ചു ചോദിക്കത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. മനസ്സിലായിട്ടില്ല, അഥവാ മനസ്സിലായാലും അത് കാണിക്കില്ല എന്ന് റജി പറയുമ്പോൾ, അല്ല പാപ്പാനെ, മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇത്തിരി മുമ്പ് ആ വടക്കേ ഗോപുരം കടന്ന് രജിച്ചേട്ടൻ പാർത്ഥൻ ചേട്ടനെയും കൊണ്ടുവരുമ്പോൾ സത്യത്തിൽ കരയണോ ചിരിക്കണോ എന്നറിയാതെ മരവിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. ആ മരവിപ്പിൽ തന്നെ ഞാനിപ്പോഴും. അന്നത്തെ എൻ്റെ പൊട്ടബുദ്ധിയിലും എടുത്തുചാട്ടത്തിലും ഞാൻ കാട്ടിക്കൂട്ടിയതിൻ്റെ ശിക്ഷ അതെൻ്റെ പാപ്പാനിട്ടാകട്ടെ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ആരൊക്കെയോ ചേർന്ന് പാപ്പാനെ കോരിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിൻ കൂട്ടിലേക്ക് കയറിയ ആദി സത്യത്തിൽ അതിപ്പോഴാ ഒന്നാറാൻ തുടങ്ങുന്നത്. പിന്നെ നമുക്ക് അതിനെ കണ്ടതിനകത്ത് എൻ്റെ വീട്ടുകാരാണ് കണ്ടിരുന്നത്. അതിനെ ഒരു പഴം മേടിച്ചു കൊടുത്തേ. ആ ആന ഇതിങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ നന്നായി പോയെന്നാണ് വീട്ടുകാർ പറയുന്നത്. അത് കഴിഞ്ഞപ്പോ ഡീസന്റ് ആയെന്ന, അതുവരെ അലമ്പായിട്ട് നടക്കായിരുന്നു. നല്ല ശീലം പഠിപ്പിച്ചും പോയാണെന്ന് പറഞ്ഞു. അപ്പൊ അവനെ എന്ന് കണ്ടാലും ഇച്ചിരി പഴം മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാനെന്നിട്ട് ഈത്ത പറയാം, എനിക്ക് എന്നെ കുത്തി ആന നീ വീട്ടുകാർക്ക് ഇഷ്ടം. അവിടുന്ന് അങ്ങോട്ട് മരക്കൂപ്പുകളിൽ കിടന്ന് ഞാൻ അനുഭവിച്ചു കൂട്ടിയതെല്ലാം ഞാൻ എൻ്റെ പാപ്പാനോട് ചെയ്തതിനുള്ള ശിക്ഷയായിട്ടേ കരുതിയിട്ടുള്ളൂ. ഇപ്പോഴെനിക്കെല്ലാം കൊണ്ടും സുഖമാറിയിച്ചേട്ടാ. എന്നെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം സന്തോഷിപ്പിച്ച് സംരക്ഷിക്കുന്ന മഹാലക്ഷ്മിയുടെ കുടുംബം. പക്ഷേ എല്ലാ സന്തോഷങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങൾക്കും അപ്പുറം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സന്ദർഭം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ നിമിഷങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട റജി ചേട്ടൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഈ നിമിഷങ്ങൾ. ഇക്കാണായ വർഷങ്ങൾ മുഴുവൻ എൻ്റെ മനസ്സിനകത്തൊരു ട്യൂമർ പോലെ ഉരുണ്ടുകൂടിയിരുന്ന കുറ്റബോധത്തിൻ്റെ ആ വീർപ്പുമുട്ടലില്ലാതെ ഈ രാത്രിയിലും ഇനിയുള്ള രാത്രികളിലും എല്ലാം മറന്ന് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം രജിച്ചേട്ടാ. രജിച്ചേട്ടനെ ഇങ്ങനെ ജീവനോടെ മുന്നിൽ കൊണ്ട് നിർത്തിയതിന് എങ്ങനെയാണ് എൻ്റെ വൈക്കത്തപ്പനോട് നന്ദി പറയേണ്ടത്? ഒരുപക്ഷെ ഇങ്ങനെ ആവില്ലേ
കുട്ടിക്കിഷൻ്റെ മനസ്സ് പറയുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും? പിന്നെ ഏതാനയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നത് എന്ന മുൻവിധിയോടെ ചിലരൊക്കെ പുച്ഛിച്ചിരിച്ചേക്കാം. ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാതെയും എല്ലാ ആദരവോടും കൂടി തന്നെ പറയട്ടെ, മനുഷ്യർ ചൊല്ലിക്കൊടുക്കുന്ന ഏതാനും വാക്കുകളുടെ ബലത്തിലും ആശ്രയത്തിലും മനുഷ്യർക്കൊപ്പം ജീവിക്കാനും മനുഷ്യരുടെ ചിന്തകളെ പിന്തുടരാനും ആനകൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ കുട്ടിക്കിഷന്മാർക്ക് ഇതിലും അപ്പുറവും ചിന്തിക്കാൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസവും അനുഭവവും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട ചിലരെങ്കിലും കുട്ടിക്കിഷൻ്റെ ദേഹം മുഴുവനുമുള്ള പുള്ളിക്കുത്തുകൾ കണ്ട് അത് തടിക്കൂപ്പുകളിലെ കടുംവെട്ടുപണികൾക്കിടയിൽ കിട്ടിയ തട്ടുകേടുകളുടെ ഫലമാവില്ലേ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ മുമ്പെപ്പോഴോ വടക്കൻ നാട്ടിൽ വെച്ച് തന്നെ സംഭവിച്ച കൈക്കുറ്റപ്പാടുകളാണ് അതിൻ്റെ കാരണം എന്നാണ് അനൗദ്യോഗിക വിവരം. എങ്കിലും എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നത് ഇപ്പോഴും നമുക്ക് അജ്ഞാതം. ഇവിടെ കൊച്ചിലെ കൊണ്ടുവരുമ്പോഴാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് അത് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കൊച്ചിലെ ഇവിടെ കൊണ്ടുവരുന്നത്. അത് അവിടുന്ന് കൊണ്ടുവരുമ്പോഴൊക്കെ പറ്റണതാണ്. അവിടെ വെച്ചൊക്കെ സംഭവം പറ്റണം. ആ പുള്ളികളൊക്കെ ഇവിടെ വരുമ്പോഴേ ഉള്ളൂ. തൻ്റെ പാതി ഒടിഞ്ഞ് തേഞ്ഞ മുട്ടിക്കൊമ്പുകളിൽ ഒന്നിൽ കൃത്യമായ ഒരു കൃത്രിമ കൊമ്പ് കൂടി ഫിറ്റ് ചെയ്താണ് ഇന്ന് അവന് വേണ്ടപ്പെട്ടവർ കുട്ടിക്കിഷനെ ഉത്സവ നഗരികളിലേക്ക് ഇറക്കി വിടുന്നത്. തിരുവമ്പാടിയിൽ നമ്മൾ ശീവേലി എടുത്തു, വടക്കുനാഥിലുണ്ടായിരുന്നു, പാറമേക്കാവിൽ തൊഴിച്ചു. അവന്റെ ജീവിതത്തിൽ ഒരു നല്ല കാലഘട്ടം തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പറ്റാവുന്ന നല്ല നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ പ്രൊവിഷനും കൊടുക്കുന്നുണ്ട് അവന്. ചേട്ടൻ തന്നെ കാണാം അവിടെ നമ്മളൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. പുതിയ ഉയരങ്ങളിലേക്കും പ്രശസ്തിയിലേക്കുമുള്ള കുട്ടിക്കിഷൻ്റെ കുതിപ്പുകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം.